ഗുരുജിക്ക് ഈ ആത്മീയതയിലേക്ക് വന്നിട്ട് എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു, എന്തൊക്കെ ഗുരുജിക്ക് ത്യജിക്കേണ്ടി വന്നു? അതായത് ഇപ്പൊ നമ്മളൊരു ഉപാസകനായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഒരു ഉപാസകനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് എന്താ പറയാ ഒരു വെറുപ്പും വിദ്വേഷവും ഒരു അകറ്റി നിർത്തുന്ന ഒരു പ്രവണത സമൂഹത്തിൽ ഒരു കളിയാക്കൽ, ഈ പ്രവണതയൊക്കെ ഒരു ഉപാസകരെ സംബന്ധിച്ച് കൂടുതലാണ്. കാരണം അവര് അനുഭവിക്കുന്ന ഇപ്പൊ നമുക്കിപ്പോ ഇത്രയും പ്രായമായി, ഈ പ്രായത്തിന്റെ ഇടയിൽ നമ്മൾ അനുഭവിക്കേണ്ട സൗകര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വേദിയാവേണ്ട കുറെ സമൂഹ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകളായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ അവർ നമ്മളോട് കാണിക്കണ ആ ഒരു സ്നേഹം, ഇതൊക്കെ ഒരു ഉപാസകനെ സംബന്ധിച്ച് വളരെ കുറവായിരിക്കും. കാരണം സമൂഹം അവരോട് കൂടുതൽ ഇണങ്ങി വരാൻ ഒരു ഭയം ഉണ്ടാവും. മനസ്സിലായോ? പ്രത്യേകിച്ച് ഇങ്ങനത്തെ വേഷഭൂഷാദികളൊക്കെ ഇട്ട് നടക്കുമ്പോൾ സമൂഹത്തിലുള്ള ആളുകളൊക്കെ വേറെ ഏതോ ഒരു കണ്ണിക്കടയായിരിക്കും നമ്മളെയൊക്കെ കാണാം അല്ലെങ്കിൽ സമീപിക്കുക. അപ്പോൾ നമുക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പോലും അവർക്ക് നമ്മളോടൊക്കെ എന്തൊക്കെയോ ഒരു കയ്യകലം ഉണ്ടാവും. അതിപ്പോ നമ്മുടെ കുടുംബക്കാർക്കെന്നല്ല പറയണത്, ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത അതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെറുപ്പകാലത്തിലൊക്കെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലൊന്നും അധികം കൂട്ടുകെട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ ചുരുങ്ങിയ കുട്ടികളായിട്ട് മാത്രമേ നമുക്കൊരു കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ കൂട്ടുകെട്ടുകൾ ഇപ്പൊ ഇന്നും നിലവിൽ അവരൊക്കെ കാണുമ്പോൾ നമ്മളോട് ആ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതിലൊന്നും ഒരിക്കലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ, കുടുംബക്കാര് നമ്മളെല്ലാവരെയും വിഭിന്നമായിട്ട് ചിന്തിക്കുന്നു. ഭഗവാനോടുള്ള ആ ഒരു താല്പര്യം അന്നും ഉണ്ടായിട്ടുണ്ട് മനസ്സിൽ, പക്ഷെ അത് പൂർണ്ണതയിലേക്കൊന്നും എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബക്കാർ വിചാരിക്കും നമുക്ക് എന്തോ മെന്റലി പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ അവനെന്താ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിറക്കണേ എന്നുള്ള ഒരു ചിന്തന അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അവരൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കും. അപ്പൊ അവര് നമ്മളെ കെയർ ചെയ്യണനുസരിച്ച് നമുക്ക് അവരോട് ഒരു വിരോധമൊക്കെ തോന്നിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കിയ പ്രവണത വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കളിപ്പോ പറഞ്ഞല്ലോ, താങ്കൾക്ക് ചെറുപ്പത്തിലെ കുറെ ദുരനുഭവങ്ങളും കുറെ സങ്കടങ്ങളും, അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മകൾ താങ്കളെ ഇപ്പോഴും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മ ഇപ്പോഴും താങ്കളുടെ മനസ്സിൽ ഉണ്ടോ? അനുഭവത്തില് ഒരെണ്ണം ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ്. കാരണം നമ്മള് ഒരു 16 വയസ്സായിട്ടുണ്ടാവുന്നു, SLC ഒക്കെ കഴിഞ്ഞൊരു സമയം. അപ്പോഴാണ് നമുക്ക് ഈ സ്വാമിയോടൊക്കെ കൂടുതലും ആ ഒരു എന്താ പറയാ ചെറിയ ചെറിയ ഒരു അനുഭവങ്ങളിൽ കൂടെയൊക്കെ പോയി സ്വാമി ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവൊക്കെ നമുക്ക് വന്നത്. അപ്പൊ ഞാനത് മുന്നിലേക്ക് നീങ്ങുന്ന സമയത്താണ് ഈ ഗുരുനാഥനെ കണ്ടെത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഹനുമാൻ ചാലിസ നമ്മുടെ കയ്യിൽ യാദൃശികമായിട്ട് വന്ന് പെടാണ്. അപ്പൊ ഞാൻ ഈ ചാലിസ ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഈ ബൈഹാർട്ടായിട്ട് വന്നു ഈ സംഭവം. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ. അപ്പൊ ഞാനതൊരു വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. അപ്പൊ ആ പുഴയിൽ പോയി കുളിച്ച് വീട്ടിൽ വന്ന അതൊരു ചെറിയൊരു പൂജാമുറി പോലെ ഉണ്ട് വീട്ടിൽ. ആ പൂജാമുറിയിൽ കയറി ഞാൻ ഹനുമാൻ ചാലിസ് ചെല്ലും. ഭക്ഷണം പോലും കഴിക്കില്ല. അപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിനകത്ത് അങ്ങനെ ഇരിക്കും. ഭക്ഷണം പോലും ഇല്ലാതെ അമ്മ ഭക്ഷണം കൊണ്ടുവരുന്നത് പോലും നമ്മൾ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു 7 ദിവസം നമ്മളങ്ങനെ മുന്നിലേക്ക് പോയി. ഇങ്ങനെ തന്നെ അമ്മ അവിടെ കിടന്ന് ഒച്ചപ്പാട് എടുക്കണതൊക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മളൊരിക്കലും റൂമിൽ നിന്ന് പുറത്തിറങ്ങണമില്ല, ഒന്നുമില്ല, കുളിക്കാൻ വേണ്ടി മാത്രം, ആരോടും മിണ്ടാട്ടമില്ല, ഒന്നുമില്ല. അങ്ങനെ 7 ദിവസം കഴിഞ്ഞു. എട്ടാമത്തെ ദിവസം ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വീട്ടുകാരും മൊത്തം ഇല്ല, അച്ഛനമ്മ പിന്നെ അപ്പുറത്തെ അയലൊക്കത്തെ ആരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഓർമ്മ എൻ്റെ. ഇവരൊക്കെ വന്ന് എന്നെ എന്താ പറയാ കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചൂലിങ്കെട്ടിന് വരെ അടി കിട്ടി എനിക്ക്. അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് അതെന്താന്ന് വെച്ചാലേ നമ്മൾ ഈ ഭക്തിയിലേക്ക് മാറിപ്പോയി ഇനി ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോവോ അല്ലെങ്കിൽ ഒരു മകനായിട്ട് ജീവിക്കുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ഉൾഭയം അന്ന് അമ്മയ്ക്ക് അച്ഛനും ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പൊക്കെ അത് ചിന്തിക്കുമ്പോൾ അതാണ് തോന്നണം. നമ്മളിപ്പോ കുട്ടികളെ വളർത്തുന്നതല്ലേ, നമുക്കുണ്ടാവുമല്ലോ ഒരു ആശങ്ക. അവരെ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ആ ചൂലിങ്കെട്ടിനൊക്കെ അടിച്ചിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നമ്മള് ആ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ട ഒരു അവസ്ഥ വന്നു നമുക്ക്. അങ്ങനെ 2 ദിവസം നമുക്ക് മാറി നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിൽ താമസിച്ചു ഞാൻ. അങ്ങനെ വീണ്ടും പിന്നെ അവരവിടെ വന്ന് നമ്മളെ സ്നേഹത്തോടുകൂടി വിളിച്ചു കൊണ്ടുവന്നു തിരിച്ചു. പിന്നെ നമ്മളത് അമ്മയ്ക്ക് ആ തിരിച്ചറിവ് കിട്ടി. ആ ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹം അമ്മയ്ക്കായിരുന്നു തിരിച്ചറിവുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ഒരിക്കലും അമ്മ ഇതുവരെ ഒരു കാര്യത്തിലും വേദനിപ്പിക്കാൻ നിന്നിട്ടില്ല. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ അടിക്കാന്നൊക്കെ പറയുമ്പോൾ അതൊരു നമ്മുടെ ആ അന്നത്തെ ചെറുപ്പത്തിലുള്ള മനസ്സിൽ നമുക്കതൊക്കെ ഇന്നും നമ്മുടെ ഉള്ളിൽ അത് ഒരു വിങ്ങലായിട്ട് ഇങ്ങനെ കിടക്കണം. കാരണം അവരത് ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ്. പക്ഷെ അതിലൂടെ ഭഗവാൻ നമ്മളെ ഒന്നും കൂടി ഒന്ന്
പരീക്ഷിപ്പിച്ച് സ്നേഹം നമുക്ക് നിറഞ്ഞു തന്നിട്ടുണ്ട്. താങ്കൾ കുറച്ചു മുമ്പ് പറഞ്ഞു 16 വയസ്സിൽ എനിക്ക് സ്വാമിയുടെ ചൈതന്യം എന്നിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് താങ്കളിൽ ഉണ്ടെന്ന് താങ്കൾക്ക് തിരിച്ചറിവ് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് ആദ്യമായിട്ട് സ്വാമിയുടെ പ്രസൻസ് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? സ്വാമി എന്റെ കൂടെ ഉണ്ട് എന്നെങ്ങനെയാണ് മനസ്സിലായത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാട്ടില് കുറെ കാലം മാറി നിന്ന് സഞ്ചരിച്ച സമയങ്ങളുണ്ട് ജോലി സംബന്ധമായിട്ടൊക്കെ. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകേണ്ട വരുമ്പോ അവിടെയൊക്കെ താമസിച്ചാണ് നമ്മളതിന്റെ ജോലിയൊക്കെ എടുത്തത്. അപ്പൊ ആ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ സ്വാമിയുടെ ക്ഷേത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ പോവാൻ എനിക്ക് അതിനോടൊരു പ്രത്യേക ഒരു താല്പര്യം വരാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്ക് എന്തോ ഒരു വൈബ്രേഷൻ, അതായത് ഒരു ശരീരമൊക്കെ ഇങ്ങനെ കുടയണ പോലെയോ എന്തോ ഒരു ആത്മബന്ധം സ്വാമിയായിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്താണെന്ന് നമുക്കറിയില്ല, നമുക്കിത് ചോദിക്കാൻ പറ്റുന്ന ഒരാളില്ല. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കൊണ്ടു നടന്നു കുറച്ച് വർഷം. പിന്നീടാണ് നമ്മൾ ഈ ഗുരുനാഥനെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സ്വാമിയാണ്, ഇങ്ങനത്തെ ഒരു പ്രസന്റ് നമ്മുടെ ഉള്ളിലുള്ളത് സ്വാമിയുടെ അനുഗ്രഹമാണെന്നുള്ള ഒരു തിരിച്ചറിവ് പറഞ്ഞു തന്നതും അത് അനുഭവത്തിലായതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒപ്പം സഞ്ചരിച്ചതിന് ശേഷമാണ്. അപ്പോഴത്തേക്ക് നമുക്ക് മത്സ്യമാംസാദികൾ തന്നെ നമുക്ക് ഭക്ഷണം നമ്മൾ വെറുക്കാന്ന് പറയില്ലേ. എങ്ങനെയാണ് ഗുരുനാഥനിലേക്ക് എത്തിപ്പെട്ടത്? അത് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞോണം, ഞാൻ ഗൾഫിലേക്കുള്ള ഒരു മാർഗരേഖയ്ക്ക് വേണ്ടിയിട്ട് ചെന്നതാണ്. പക്ഷെ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു ഒരിക്കലും അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം കുറവാണ്, ഗൾഫിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ കുറവാണെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് എൻ്റെ ഉള്ളിൽ ഭയങ്കര തീക്കണലായി. കാരണം ഞാൻ സ്വപ്നം കണ്ടത് ഗൾഫ് മേഖലയാണ്, അവിടെ നിന്നുള്ള സമ്പാദ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സ്വപ്ന മേഖലയിൽ കൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതൊക്കെ ഇദ്ദേഹത്തിന്റെ വാക്കിലൂടെ അതൊക്കെ അസ്തമിച്ചു പോയി. പക്ഷെ ആ അസ്തമിച്ചത് തന്നെ എൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു എന്താ പറയാ, ഒരു ഭഗവാന്റെ രൂപത്തേക്കാണ് അത് വന്നത്. കാരണം നമ്മുടെ നിയോഗം അതല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കപ്പോൾ അവിടെ സംഭവിച്ചു. അദ്ദേഹം നമുക്ക് തന്നു, ഒരു മകനെ പോലെ തന്നെ അദ്ദേഹം നമ്മളെ കൂടെ നിർത്തി, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിർത്തി അവിടെ പൂജാതി കാര്യങ്ങളിലൊക്കെ നമ്മളെ പങ്കെടുപ്പിച്ച് അതൊക്കെ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ നിന്ന് ഒരു പരികർമ്മിയുടെ പോലെ തന്നെ നിന്ന് എല്ലാം സമർപ്പണ ബുദ്ധിയോടുകൂടി സ്വാമിക്ക് ചെയ്യാനുള്ള ഒരു നിയോഗം നമുക്കുണ്ടായി.